Hi, here we are going to discuss about abstraction in object-oriented programming. എന്താണ് abstraction? ഇവിടെ ഞാൻ നേരത്തെ പോളിമോർഫിസം എക്സ്പ്ലെയിൻ ചെയ്യാൻ യൂസ് ചെയ്ത സെയിം കോഡ് തന്നെയാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അബ്സ്ട്രാക്ഷൻ എന്താണ്? ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു പേഴ്സൺ ഷുഡ് ബി ഏബിൾ ടു ഡ്രൈവ് എ കാർ അല്ലേ? അപ്പോൾ പേഴ്സൺ can drive any car having this particular function start stop accelerate എന്നുള്ള ഫംഗ്ഷൻ ഉള്ള ഏത് കാറും പേഴ്സൺ ഡ്രൈവ് ചെയ്യാം. പക്ഷെ ഇവിടെ ക്ലാസ് എന്താണ് കൊടുത്തിരിക്കുന്നത്? അബ്സ്ട്രാക്ട് ക്ലാസ് അല്ലേ? അതായത് അബ്സ്ട്രാക്ട് മീൻസ് ഇംപ്ലിമെന്റേഷൻ ഇല്ല അതിൽ. ഓക്കെ, എന്ത് വേണമെന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ, പക്ഷെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇറ്റ്സ് ഹിഡൻ. ഓക്കെ, അപ്പോൾ ഓരോ കാറിന്റെയും സ്റ്റാർട്ടും സ്റ്റോപ്പും ആക്സലറേഷനും എന്തായിരിക്കാം, അതിന് വേണ്ടിയിട്ടുള്ള മെക്കാനിസം ഡിഫറെന്റ് ആയിരിക്കാം. നാനോ പോലെ ആയിരിക്കില്ല, ബെൻസ് പോലെ ആയിരിക്കില്ല, BMW അല്ലെ? പക്ഷെ ഏത് കാറായാലും എന്ത് വേണം? ബേസിക്കലി ഇതൊക്കെ വേണം. അപ്പൊ എന്തൊക്കെ വേണം എന്നുള്ളൊരു കോൺട്രാക്ട് ആണ് ബേസിക്കലി എന്ത് ഈ അബ്സ്ട്രാക്ട് എന്നുള്ള ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഇംപ്ലിമെന്റേഷൻ ഇല്ല. ഓക്കെ, ദെൻ ഈ കാറിനെയാണ് നമ്മളോട് എവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ? പേഴ്സൺ ഷുഡ് ബി ഏബിൾ ടു ഡ്രൈവ് എ കാർ അല്ലെ? അപ്പോ ഈ പേഴ്സൺ ക്യാൻ ഡ്രൈവ് എ കാർ. അപ്പൊ ഇങ്ങനെ കൊടുത്ത എന്താണ്? പേഴ്സൺ ക്യാൻ ഡ്രൈവ് എനി കാർ അല്ലെ? അപ്പോ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ എല്ലാ ക്ലാസ്സും ഒരാൾ തന്നെ ആയിരിക്കില്ല ഡെവലപ്പ് ചെയ്യുക. അപ്പൊ പേഴ്സൺ ഈ ക്ലാസ് ഒരു പേഴ്സൺ എ എന്നുള്ള പേഴ്സൺ ആണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഈ ക്ലാസ് ബി എന്നുള്ള പേഴ്സൺ ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പൊ ബെൻസ് കാർ സി എന്നുള്ള പേഴ്സൺ ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ പേഴ്സൺ എന്നുള്ള ക്ലാസ് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്ക് ഈ നാനോ കാറോ ബെൻസ് കാറോ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ഇറ്റ്സ് കോഡ്. അപ്പോൾ ഈ മൂന്ന് ഡെവലപ്പേഴ്സും തമ്മിൽ ഒരു കോൺട്രാക്ട് വേണം അല്ലെ? എന്താണ് കാർ എന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് അപ്പൊ എന്താണ് കാർ നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പൊ പേഴ്സൺ ക്ലാസ് റൈറ്റ് ചെയ്യുന്ന ആൾക്ക് എങ്ങനെയാണ് എന്താണ് നാനോ കാറിൽ എഴുതുന്നത് അറിയേണ്ട ആവശ്യമില്ല. വാട്ട് ലോജിക് ഐ എം ഗോയിങ് ടു റൈറ്റ് ഇൻസൈഡ് ദിസ് പെർട്ടിക്കുലർ മെത്തേഡ് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതില് എന്ത് വേണം എന്ന് എനിക്കറിയാം. ഇന്ന ഫങ്ഷൻസ് വേണം. നാനോ കാർ ആണെങ്കിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ആക്സിലറേറ്റ് വേണം. ഓക്കെ, അപ്പൊ ആ ഒരു കോൺട്രാക്ട് ആണ് ബേസിക്കലി ഇവിടെ വരുന്നത്, ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇൻ ഓർഡർ നാനോ ടു ബി എ കാർ ഇറ്റ് ഷുഡ് എക്സ്റ്റെൻഡ് ദ കാർ. അപ്പൊ കാറിൽ എന്തുണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്? സ്റ്റാർട്ട് സ്റ്റോപ്പ് ആക്സിലറേറ്റ് എന്നുള്ള ഫംഗ്ഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ വേണം എന്നുള്ളത് പറയുന്നില്ല. അപ്പൊ ഇന്റേണൽ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇന്റേണൽ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് ഓരോന്നിനും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത് പേഴ്സൺ എന്നുള്ള ക്ലാസ് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്ക് അത് അറിയേണ്ട ആവശ്യമില്ല. പേഴ്സൺ ഷുഡ് ബി ഏബിൾ ടു ഡ്രൈവ് എ കാർ ആസ് ലോങ് ആസ് ഇറ്റ് ഹാസ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ആക്സിലറേറ്റ്. അപ്പോൾ അത് എങ്ങനെ വേണം എന്നുള്ളത് ഓരോ കാറിന്റെ ക്ലാസ് ഡിസൈൻ ചെയ്യുന്ന ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്പേഴ്സിന് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പേഴ്സണ് അതിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഹൈഡിങ് ദി ഇന്റേണൽ ഡീറ്റെയിൽസ് ഫ്രം അനദർ ക്ലാസ്. ഓക്കെ, യു ഗോട്ട് സം ഐഡിയ റൈറ്റ്? ഓക്കെ, എന്താണ് അബ്സ്ട്രാക്ഷൻ എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ്.